എന്താണെങ്കിലും എൻ്റെ ഒരു ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾ ഒരു പക്ഷേ ഈ ഒരു റീസൺ അല്ലെങ്കിൽ അവരെന്തെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ദീപക് ആ ഒരു സഹോദരനെ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ റീസൺ അതുകൊണ്ടായിരിക്കാം. അപ്പം അതിലെനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ചുറ്റും നിൽക്കുന്ന എല്ലാ പുരുഷന്മാരും നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരും അതുപോലെ ആണെന്ന് ഒരു പക്ഷേ നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഓഫർ ലെറ്റർ കിട്ടിയ സമയത്ത് 6:30 to 3:30 എൻ്റെ ടൈമിങ്. അപ്പോൾ വൈകുന്നേരം 6:00 പോയി കഴിഞ്ഞാൽ വെളുപ്പിനെ 3:00 വരുന്നത്. അതും നമ്മുടെ കൂടെ നമ്മുടെ ക്യാബിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് പല പല ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ എല്ലാവരെയും കൊണ്ടുവിട്ടിട്ടായിരിക്കും നമ്മളെ കൊണ്ടുവിടുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മെയിൻ റോഡ് ആയിരിക്കണമെന്നില്ല, വഴികളെല്ലാം തന്നെ പോക്കറ്റ് റോഡുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സേഫ്റ്റി ഒരു പ്രധാന കാര്യമാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ജോബ് കിട്ടി, എൻ്റെ ഓഫർ ലെറ്റർ കിട്ടി, ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഐറ്റം ഞാൻ അങ്ങ് ഓർഡർ ചെയ്ത് വെച്ചു. ഈ ഒരു ഐറ്റമാണ് ഞാൻ ഓർഡർ ചെയ്തത്, പെപ്പർ സ്പ്രേ. ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ബാഗിൽ സൂക്ഷിക്കുമായിരുന്നു. പെട്ടെന്ന് എനിക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പാകത്തിനുള്ളൊരു സിബിലാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഞാൻ വരുന്ന ക്യാബ് എന്ന് പറയുന്നത് ക്യാബ് ഡ്രൈവേഴ്സിന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴുള്ള രീതികളൊന്നും നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഐറ്റം വാങ്ങിച്ചു വെച്ചിരുന്നു. പക്ഷേ എന്നാൽ പോലും നമുക്ക് എല്ലാവരും ഒന്നും കണ്ണടച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന പോലെ തന്നെ എല്ലാവരും നമുക്ക് ഒരിക്കലും, ഒരു പുരുഷന്മാരിൽ ഒരു പക്ഷേ ആളുകൾ ഒരു പക്ഷേ ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പല പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഒരു പക്ഷേ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർ തന്നെ ആയിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീകളെക്കാൾ കൂടുതൽ എപ്പോഴും പുരുഷന്മാർ തന്നെ ആയിരിക്കും. നമ്മൾ വരുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും രീതിയിൽ അറ്റാക്കൊക്കെ ഉണ്ടാകാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചു വെച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വരുന്ന സമയത്ത് ഓരോ ക്യാബ് ഡ്രൈവേഴ്സും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത സമയത്തുണ്ടായിരുന്നു ഓരോരുത്തരും വെളുപ്പിനെ ഞാൻ വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ ഒരു ഡെഡ് എൻഡാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വണ്ടി കയറ്റണ്ട, അവിടെ നിർത്തിയിട്ട് പൊക്കോളാൻ അവരോട് പറയും. പക്ഷേ ആ സമയത്ത് പോലും അവർ ഞാൻ അകത്ത് കയറിയോ എന്ന് നോക്കി, എൻ്റെ ഹസ്ബൻഡ് വെളിയിലുണ്ടോ അല്ലെങ്കിൽ ഞാൻ സുരക്ഷിതമായിട്ട് തന്നെ അകത്ത് കയറിയോ എന്ന് നോക്കിയതിന് ശേഷമായിരിക്കും അവർ പോകുന്നത്. ഒരുപക്ഷെ അവർക്ക് എന്നെ കൊണ്ട് വിട്ടതിന് ശേഷം 6 മണിക്ക് അടുത്ത ട്രിപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ആളെ പിക്കേണ്ടതാണ്. പക്ഷേ എന്നാൽ പോലും അവർ വളരെ സേഫായിട്ട് നമ്മൾ എത്തിയോ അല്ലെങ്കിൽ നമ്മൾ അകത്ത് കയറിയോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നതിന് ശേഷം നമ്മൾ അകത്ത് കയറി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം പോകുന്ന എത്രയോ ക്യാബ് ഡ്രൈവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വ്യക്തിയെ നമുക്കൊരു എക്സ്പീരിയൻസ്, ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ കണ്ട് നമ്മൾ എല്ലാവരെയും ആക്ഷേപിക്കരുത്, അല്ലെങ്കിൽ എല്ലാവരും അതുപോലാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എല്ലാ പുരുഷന്മാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണാം. എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളപ്പോഴത്തേക്കും നമുക്ക് ഒരു സപ്പോർട്ടും തരാതെ നമ്മുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്ന ആളുകൾ കാണാം. ഒരു കുറ്റം നമ്മൾ കാണുകയാണ്, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, നമ്മൾ ആരുടെ സൈഡിലാണോ ശരി അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. ഈ കമൻ്റ് ഇടുന്ന ഓരോ വ്യക്തികളോടാണ് എനിക്ക് പറയാനുള്ളത്.